ഹായ് നമസ്കാരം എല്ലാവർക്കും. അടുത്തൊരു വെബിനാർ ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കണ്ടിരുന്നു. കുറേ ഫീഡ്ബാക്കുകൾ കിട്ടി. അത് ഇത്തിരി വലിയ ടോപ്പിക്കുകളായിരുന്നു. കാരണം നമുക്കത് ബിറ്റ്സ് ആൻഡ് പീസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഫണ്ടമെന്റൽസ് ആണെങ്കിലും നമുക്കത് ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് പറഞ്ഞതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് പൊസിഷൻ സൈസ് ഒക്കെ ചെയ്ത് ട്രേഡ് ചെയ്തതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാണുമ്പോൾ, നിങ്ങളുടെ സ്ക്രീൻഷോട്ട് കാണുമ്പോഴൊക്കെ. ഇപ്പൊ നമ്മൾ കൂടുതലും എന്താണ് ഫോറക്സ്, ഫോറക്സിലെ മാർജിൻ എന്താണ്, അതിലത്തെ ഫണ്ടമെന്റൽസ് എന്താണ്, അതിന്റെ റിസ്ക് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമ്മളിപ്പോ പയ്യെ ഫോറക്സിലേക്ക് മാറി കമ്മോഡിറ്റി ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ അതിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ക്രൂഡ് ഓയിൽ വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് ഇന്നത് എന്താണ് ക്രൂഡ് ഓയിൽ, എന്താണ് അതിന്റെ ഒരു ഹിസ്റ്ററി, ഇൻവെന്ററി, മാർക്കറ്റിൽ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്ത വെബിനാറിൽ നമ്മൾ ഇതിലെങ്ങനെ ട്രേഡുകൾ എടുക്കണം, ട്രേഡുകൾ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാൻ. പതിവുപോലെ ട്രേഡ് ചെയ്യുമ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്. ആവർത്തനമെന്ന് അറിയാതിരുന്നാൽ പോലും അത് പറയാതെ നിവൃത്തിയില്ല. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യരുത്. 100% ഷുവർ ആയിട്ടുള്ള ട്രേഡ് ആണെങ്കിൽ പോലും സ്റ്റോപ്പ് ലോസ് വെക്കണം. അതുപോലെ തന്നെ സൈസ് പൊസിഷൻ ചെയ്യണം. സെയിം ഒരു ഇക്വിറ്റി മുഴുവൻ ട്രേഡിൽ മൊത്തം യൂസ് ചെയ്യാതെ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഓരോ ട്രേഡ് അങ്ങനെ നമ്മൾ മാറ്റി ട്രേഡ് ചെയ്യണം. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും നമ്മുടെ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഇക്വിറ്റീനെ അധികം ബാധിക്കില്ല. അക്കൗണ്ട് ലിക്വിഡേറ്റ് ആവാതിരിക്കാനാണ്. പിന്നെ ഒരു ദിവസം തന്നെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരും. ഒരു ട്രേഡ് നമുക്ക് ലോസിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നാലും ബാക്കിയുള്ള ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെയാണ് റിയൽ ട്രേഡേഴ്സ്, പ്രൊഫഷണൽ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം എത്ര വർഷമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരൊരു ട്രേഡിൽ കിടക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് എൻട്രി, എക്സിറ്റ് ഒക്കെ അവർക്ക് വളരെ നിശ്ചയം ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് അവർ തുടർന്ന് ട്രേഡ് ചെയ്യുക. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. നമുക്ക് എന്താണ് ക്രൂഡ് ഓയിൽ എന്നുള്ളത് നമുക്കൊരു നോക്കാം. അപ്പോൾ ക്രൂഡ് ഓയിലിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് ഇന്ന്. ഒന്ന് നിർവചനം, പിന്നെ ഇൻവെന്ററി, പിന്നെ ചരിത്രപരമായ അവലോകനം. അതിൽ നമുക്ക് ആമുഖത്തിലേക്ക് കിടക്കാം. ഹൈഡ്രോ കാർബൺ നിക്ഷേപങ്ങളും മറ്റ് ജൈവ വസ്തുക്കളും ചേർന്ന് പ്രകൃതിദത്തമായ ശുദ്ധീകരിക്കാത്ത പെട്രോളിയം ഉൽപ്പന്നമാണ് ക്രൂഡ് ഓയിൽ. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ഒരു നിർണായക ചരക്കാണ് ക്രൂഡ് ഓയിൽ. വിവിധ വ്യവസായങ്ങൾക്കും ഗതാഗതത്തിനും ഊർജത്തിന്റെ പ്രാഥമിക സ്രോതസ്സായി ഇത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ക്രൂഡ് ഓയിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൈഡ്രോ കാർബൺ നിക്ഷേപങ്ങളും മറ്റ് ജൈവ വസ്തുക്കളും ചേർന്ന് നാച്ചുറലായിട്ട് ശുദ്ധീകരിക്കാത്ത ഒരു ഉൽപ്പന്നമാണ് പെട്രോളിയം. പെട്രോളിയം ഉൽപ്പന്നമാണ് ക്രൂഡ് ഓയിൽ. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ക്രൂഡ് ഓയിൽ നമ്മൾ റിഫൈൻ ചെയ്തിട്ടാണല്ലോ പെട്രോളിയം ആക്കി മാറ്റുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ഒരു നിർണായക ചരക്കാണ് ഈ ക്രൂഡ് ഓയിൽ. വിവിധ വ്യവസായങ്ങൾക്കും ഗതാഗതത്തിനും ഊർജത്തിന്റെ പ്രാഥമിക സ്രോതസ്സായി ഇത് പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് ക്രൂഡ് ഓയിലിന്റെ മാർക്കറ്റിനെ കുറിച്ച് നോക്കാം. ആഗോള സംസ്കൃത എണ്ണ വിപണിയെ വിതരണത്തിന്റെയും ആവശ്യകതയുടെയും ചലനാത്മകത, ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. വിപണിയിലെ പ്രധാന കളിക്കാർ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ, ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു മാർക്കറ്റ് വലിയ വൈഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. നമ്മൾ ഫോറക്സിൽ കണ്ട പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽസും ഗവൺമെന്റും അല്ലെങ്കിൽ ഹെഡ്ജിങ് കമ്പനീസ് എല്ലാം നമുക്കറിയാം, അവരാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളൊക്കെ വെറും റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്. എന്ന് പറഞ്ഞ പോലെ ക്രൂഡ് ഓയിലും എണ്ണ വിപണിയെ വിതരണത്തിന്റെയും ആവശ്യകതയുടെയും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇതിൻ്റെ ഒരു മൊമെന്റം അല്ലെങ്കിൽ ഇതിനൊരു പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുന്നത് ഇതുപോലത്തെ വലിയ വലിയ കമ്പനികളാണ്. അതിന് പിന്നിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഞാൻ വിശദമായി പറഞ്ഞുതരാം. പിന്നെ അതിനെ എഫക്ട് ചെയ്യുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ വാർ ഉണ്ടായി. ആ സമയത്ത് അറിയാം, റഷ്യ ഒരുപാട് ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. ആ സമയത്ത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസിനെ വളരെ അധികമായിട്ട് ബാധിച്ചു. അതുപോലെ പാൻഡമിക് വന്നപ്പോൾ
ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നെഗറ്റീവിലേക്ക് പോയിരുന്നു. കാരണം ഫാക്ടറികൾ, വെഹിക്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് ഷട്ട് ഡൗൺ ആയല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു, സപ്ലൈയും ഇല്ലാതെ. അങ്ങനെയാണ് അത് നെഗറ്റീവിലേക്ക് പോയത്. ഡിമാൻഡ് കൂടല്ല അവിടെ ചെയ്തത്, കുറയാണ് ചെയ്തത്. കാരണം അതിനെ കൺസ്യൂം ചെയ്യാനുള്ള ഒരു റിസോഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് ഉണ്ടായിരുന്നില്ല മാർക്കറ്റിൽ. പിന്നെ അവിടുന്ന് വീണ്ടും ക്രൂഡ് ഓയിൽ കയറി വന്നു. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വളരെ നിർണായകമാണ് ക്രൂഡ് ഓയിലിൽ. ഫോറക്സ് എന്ന പോലെ തന്നെ ക്രൂഡ് ഓയിൽ അത് പെട്ടെന്ന് റിഫ്ലക്റ്റ് ആവാൻ പറ്റും. റിഫ്ലക്റ്റ് ആവണത് നമുക്ക് കാണാൻ പറ്റും. സ്വാധീനം. വിപണിയിലെ പ്രധാന കളിക്കാർ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ, ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പൊ ഇവര് 3 പേരാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 4 പേരാണ് എണ്ണയുടെ പ്രൈസിനെ എന്താ പറയാ ഒരു ലാർജ് സ്കെയിലില് ബൈ ആൻഡ് സെല്ല് നടത്തുന്നതും പ്രൈസ് മുന്നോട്ടോ എവിടേക്കാണോ ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഡയറക്ഷനിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതും. ഇനി ഇതിന്റെ ഇൻവെന്ററി നോക്കാം. ക്രൂഡ് ഓയിൽ ഇൻവെന്ററി എന്നത് നിർമ്മാതാക്കൾ, റിഫൈനർമാർ, ഗവൺമെന്റുകൾ എന്നിവരുടെ കൈവശമുള്ള ശുദ്ധീകരിക്കാത്ത പെട്രോളിയത്തിന്റെ ശേഖരത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ക്രൂഡ് ഓയിൽ ഇൻവെന്ററി നമുക്കറിയാം, ഓരോ ദിവസം, ഓരോ ആഴ്ചയും ചില ദിവസങ്ങൾ നമുക്കറിയാം. ഇന്നത്തെ ന്യൂസ് ക്രൂഡ് ഓയിൽ ഇൻവെന്ററി ആണ്. റിലീസിന്റെ സമയത്ത് പ്രൈസിൽ ഒരുപാട് വേരിയേഷൻ നമുക്ക് കാണാം. അപ്പൊ എന്താണ് ക്രൂഡ് ഓയിൽ ഇൻവെന്ററി? ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാര്, അത് റിഫൈൻ ചെയ്യുന്ന ആൾക്കാര്, അത് ഹോൾഡ് ചെയ്യുന്ന ഗവൺമെന്റുകൾ, ഇവരുടെ ശേഖരത്തെ, അവരുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റിനെയാണ് ക്രൂഡ് ഓയിൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഡിമാൻഡ് ആൻഡ് ബാലൻസ് സപ്ലൈ ഇതിനെ പ്രധാന സൂചകമായി പ്രവർത്തിക്കുകയും വിലയിലെ ചാഞ്ചാട്ടത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഇൻവെന്ററികളെ വാണിജ്യതന്ത്രപരമായ പ്രവർത്തന കരുതൽ ശേഖരങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇൻവെന്ററി നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അത് നിർമ്മിക്കുന്ന ആൾക്കാർ, റിഫൈൻ ചെയ്യുന്ന ആൾക്കാർ, ഗവൺമെന്റുകൾ, ഇവരാണ് ഇതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബാലൻസ് ചെയ്തിട്ട് ഇതിന്റെ പ്രൈസിനെ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വരാത്ത രീതിയിൽ കൊണ്ടുപോകുന്നു. കാരണം ഒത്തിരി ഫ്ലക്ച്വേഷൻസ് പ്രൈസിൽ വന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും മാർക്കറ്റിനെ ബാധിക്കും. ഇത് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പൊ ഇതിന്റെ ഡിമാൻഡ് സപ്ലൈ എന്ന് നമുക്കൊരു ബാലൻസിൽ കൊണ്ടുവന്നേ പറ്റൂ. പിന്നെ ഇത് ഈ ഇൻവെന്ററിയുടെ മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. മതിയായ വിതരണം ഉറപ്പാക്കുന്നതിനും വിപണി തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും കാര്യക്ഷമമായ ഇൻവെന്ററി മാനേജ്മെന്റ് അത്യാവശ്യമാണ്. ഇൻവെന്ററി ഒപ്റ്റിമൈസേഷൻ, ഡിമാൻഡ് പ്രവചനം, റിസ്ക് മാനേജ്മെന്റ് തുടങ്ങിയ തന്ത്രങ്ങൾ കമ്പനികളെ ഒപ്റ്റിമൽ ഇൻവെന്ററി ലെവലുകൾ നിലനിർത്താനും വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ലഘൂകരിക്കാനും സഹായിക്കുന്നു. ഇൻവെന്ററി എന്താണെന്ന് നമ്മൾ മനസ്സിലായി. അതിന്റെ മാനേജ്മെന്റ്, അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ മതിയായ, അതായത് അഡ്വക്കേറ്റ് ആയിട്ടുള്ള അളവിലുള്ള വിതരണം അത് ഉറപ്പാക്കുന്നതിനും വിപണികളിൽ അതിന്റെ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും കാര്യക്ഷമമായ ഇൻവെന്ററി മാനേജ്മെന്റ് അത്യാവശ്യമാണ്. ഇൻവെന്ററി ഒപ്റ്റിമൈസേഷൻ, ഡിമാൻഡ് പ്രവചനം, റിസ്ക് മാനേജ്മെന്റ് തുടങ്ങിയ തന്ത്രങ്ങൾ കമ്പനികളെ ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിൽ, ഏറ്റവും കറക്റ്റായ ലെവലിൽ ഇൻവെന്ററി ലെവലുകൾ നിലനിർത്താൻ, വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ലഘൂകരിക്കാനും സഹായിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് വിതരണവും ആവശ്യവുമാണ്. നമുക്ക് ഇതിന് സൈഡിൽ ഒരു ഗ്രാഫ് കാണാം. ആ ഗ്രാഫ് നിങ്ങളൊന്ന് ടൈം എടുത്ത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ലിക്വിഡ് ഫ്യൂൽസ് ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ GDP-നും അതുപോലെ തന്നെ പ്രൈസിനും ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. കോറിലേഷനും, പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും. നമുക്കിവിടെ നോക്കാം വിതരണവും ആവശ്യവും. 2019 കണക്കനുസരിച്ച് ശരാശരി അമേരിക്കക്കാരിൽ പ്രതിദിനം 3 ഗാലൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. ഒരു 42 ഗാലൻ ക്രൂഡ് ഓയിൽ ഏകദേശം 45 ഗാലൻ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് റോഡിലൂടെയുള്ള എല്ലാത്തരം ഇന്ധനങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇതിൽ 13% ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കായി ഉപയോഗിക്കുന്നു. വികസ്വര രാജ്യങ്ങൾ ദ്രുതഗതിയിലുള്ള വികസനം കൊണ്ട് അവരുടെ ആവശ്യം വർദ്ധിപ്പിക്കുന്നു. എണ്ണയുടെ ആഗോള സ്വഭാവം വിതരണത്തിലും ഡിമാൻഡിലും നിന്നുള്ള വില സമ്മർദ്ദം കുറയ്ക്കുന്നു. ഒപെക് പ്രൊഡക്ഷൻ സമാനമായ പ്രഖ്യാപനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. ഇപ്പോ
ഇത് നമുക്ക് മനസ്സിലാക്കി 2019 കണക്കനുസരിച്ചിട്ട് അമേരിക്കക്കാർ പ്രതിദിനം യൂസ് ചെയ്യുന്ന പെട്രോളിയം 3 ഗാലൻ ആണ്. ഒരു 42 ഗാലൻ ക്രൂഡ് ഓയിൽ ഏകദേശം 45 ഗാലൻ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു 42 ഗാലൻ ക്രൂഡ് ഓയിൽ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നത് ക്രൂഡ് ഓയിലാണ്. അത് റിഫൈൻ ചെയ്തിട്ടാണ് പെട്രോളിയം ആക്കുന്നത്. അപ്പൊ എങ്ങനെയായാലും നേച്ചറിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ റിഫൈൻ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ 42 ഗാലൻ ക്രൂഡ് ഓയിലിൽ ഏകദേശം 45 ഗാലൻ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് യൂസ് ചെയ്യുന്നത് റോഡിലൂടെയുള്ള എല്ലാത്തരം ഇന്ധനങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇതിൽ 13% ആണ് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, വികസ്വര രാജ്യങ്ങൾ ഡെവലപ്പിംഗ് കൺട്രീസ് ദ്രുതഗതിയിലുള്ള വികസനം കൊണ്ട് അവരുടെ ആവശ്യം വർദ്ധിപ്പിക്കുന്നു. നമ്മളിവിടെ കണ്ടുവരുന്നത് ഡിമാൻഡാണ്. യു എസ് എക്കാരുടെ ഡിമാൻഡ് നമ്മൾ മനസ്സിലാക്കി. അതിൽ എത്ര പെർസെൻറ്റേജ് ഉപഭോക്തൃക്കാർ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി. ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിന് ഇത് ആവശ്യമാണ്. ഡെവലപ്പിംഗ് കൺട്രീസ് പറയുമ്പോൾ അവർ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനായിട്ട് ക്രൂഡ് ഓയിൽ അവർക്ക് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ എണ്ണയുടെ ആഗോള സ്വഭാവം, ഇന്റർനാഷണലി അത്രത്തോളം വാല്യൂ ഉള്ള ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ് ക്രൂഡ് ഓയിൽ. നമ്മൾ ക്രൂഡ് ഓയിൽ ഫസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരുപാട് രാജ്യങ്ങളിൽ അത് വീണ്ടും ലഭിക്കുകയുണ്ടായി. ഒത്തിരി എക്സാമ്പിൾ നമുക്കറിയാം. ഇപ്പോൾ പണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്തിരുന്നത് US ആണെങ്കിൽ ഇപ്പോൾ US തന്നെ ടെക്സാസിൽ ഒത്തിരി അധികം ക്രൂഡ് ഓയിൽ ഇപ്പോൾ അവര് കിട്ടുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിലൊരു ശേഖരണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ അധികം വൈകാതെ ക്രൂഡ് ഓയിലിന് പ്രൈസിന് അഗെയിൻസ്റ്റ് ഡോളർ പോവില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സ്വിംഗ് ട്രേഡർ, ക്രൂഡ് ഓയിലിന്റെ ഒരു സ്വിംഗ് ട്രേഡറായിട്ട് US മാറിക്കഴിഞ്ഞു. കാരണം അവർക്ക് അത്രത്തോളം അവർക്ക് ലഭ്യതയുണ്ട് ഇപ്പോൾ US. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അവർ സൗദി ആയിട്ട് വന്നതും. നമുക്കറിയാലോ പെട്രോ ഡോളർ ആയതും മറ്റേ എങ്ങനെയാണ് ഡോളർ ഈ ക്രൂഡ് ഓയിലിനായിട്ട് പെഗ് ചെയ്തെന്നുള്ളതും. മറ്റുള്ള രാജ്യക്കാർ ക്രൂഡ് ഓയിൽ മേടിക്കുമ്പോൾ അവർ പേ ചെയ്യുന്ന കറൻസി ഡോളറിലാണ്. അങ്ങനെയൊക്കെയാണ് US ശക്തി പ്രാപിക്കാനുള്ള വലിയൊരു കാരണമാണ് ഈ ഡോളറും ഗോൾഡും ഡോളറും തമ്മിൽ പെഗ് ചെയ്തതും ക്രൂഡ് ഓയിലും ഡോളറും തമ്മിൽ പെഗ് ചെയ്തതൊക്കെ. എനിവേ, അപ്പോൾ അതിന്റെ ഡിമാൻഡ് നിങ്ങൾക്ക് മനസ്സിലാവണം. ക്രൂഡ് ഓയിലിന്റെ എണ്ണയുടെ ആഗോള സ്വഭാവം വിതരണത്തിലും ഡിമാൻഡിലും നിന്നുള്ള വില സമ്മർദ്ദം കുറയ്ക്കുന്നു. ബേസിക്കലി ഒന്നുമല്ല, ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതിലുള്ള ഒരു ആഗോള സ്വഭാവം, അതിൻ്റെ ഒരു ബാലൻസ് ആണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒപ്റ്റിമൽ പ്രൈസ് തീരുമാനിക്കുന്നത്. ഇതിന് ഡിമാൻഡോ സപ്ലൈയിലെ ഒരു ബാലൻസ് തെറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ കൂടും. അപ്പൊ നിങ്ങൾക്കറിയാം പാൻഡമിക്സ് ഒക്കെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാൻഡമിക്സ് അല്ലെങ്കിൽ വാറൊക്കെ വരുമ്പോൾ ഈ ക്രൂഡ് ഓയിൽ പോലത്തെ ആ വാർ നടക്കുന്ന രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണോ, എണ്ണ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണോ, അത് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ വേണം നമ്മൾ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നമ്മളന്ന് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ പ്രൈസിനെ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് സ്വാധീനിക്കും. പിന്നെ ഒപെക് നിങ്ങൾക്കറിയാം, ഒപെക് പ്രൊഡക്ഷൻ സമാനമായ പ്രഖ്യാപനങ്ങൾ വെട്ടിക്കുറച്ചു. ഒപെക് ആണ് ഇപ്പോൾ കൂടുതലും ഈ പ്രൈസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. USA ആണ് പ്രൈസിന്റെ സ്വിംഗ് ട്രേഡർ എന്ന് പറയുന്നത്, പ്രൈസ് മൂവ്മെന്റിന്റെ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻവെന്ററി ഡാറ്റയാണ്. API ഇൻവെന്ററി ബുധനാഴ്ച രാവിലെ 2 മണിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൂഡ് ഓയിൽ, ഡിസ്റ്റിലേറ്റുകൾ, ഗ്യാസോലിൻ എന്നിവയുടെ സംയോജിത സമന്വയത്തെക്കുറിച്ചോ നിർമ്മാണത്തെക്കുറിച്ചോ ഡാറ്റ റിലീസുകൾ നമ്മോട് പറയുന്നു. ഒരു കൊടുങ്കാറ്റ്, പൈപ്പ് ലൈൻ പ്രശ്നങ്ങൾ മുതലായ അസാധാരണമായ സാഹചര്യങ്ങൾ വഹിക്കുന്ന നറുക്കെടുപ്പ് ബുള്ളിഷാണ്. അപ്പോൾ ഓൾറെഡി അറിയാലോ, ഈ നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ ഇതിന്റെ പൈപ്പ് ലൈനിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ അതിന്റെ ബുള്ളിഷ് ആയിരിക്കും, അതിന്റെ പ്രൈസ് കൂടാൻ തക്കതായ കാരണമാണ്. അതുപോലെ WTI ഒറ്റ രാത്രി ഡാറ്റയോട് പ്രതികരിക്കുമ്പോൾ MCX അടച്ചിരിക്കും. ഇത് രണ്ടു പേരും നിങ്ങൾക്ക് അടുത്തടുത്ത ടോപ്പിക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. WTI എന്താണ്, MCX എന്താണെന്നുള്ളത്. EIA ഡാറ്റ രാത്രി 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. API ഡാറ്റയുമായി സംയോജിപ്പിച്ച് അധിക കുറവും വിതരണവും അടിസ്ഥാനമാക്കി ഇരുവരും വില ദിശകൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ ഡാറ്റ API ഡാറ്റയുമായിട്ട് EIA ഡാറ്റ രാത്രി 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും അവര്
സംയോജിപ്പിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അടിസ്ഥാനമാക്കിയിട്ട് ഇത് രണ്ടിൻ്റെയും വില അവർ തീരുമാനിക്കും. വില ഏത് ദിശയിലേക്ക് പോകണം എന്നുള്ളത് ഒരു എക്സാക്റ്റ് എമൗണ്ട് അല്ല, ഏത് ദിശയിലേക്ക് പോകണം എന്നുള്ളത് അവർ തീരുമാനിക്കും. ഈ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഒരുപാട് ഫണ്ടമെന്റൽസ്, ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് നമ്മളിതിൻ്റെ ട്രേഡ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കും. അതിൻ്റെ ഒരു ക്ലാസ് അടുത്ത ഇതിൽ വരും. അതിൽ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി നോക്കാം. ഇപ്പൊ നവീകരണം, ഇൻവെന്ററി, ഇനി ഹിസ്റ്ററിയാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ 1775 കെറോസിൻ, എ പെട്രോളിയം പ്രോഡക്റ്റ്, റീപ്ലേസസ് വെയിൽ ഓയിൽ ഇൻ നോർത്ത് അമേരിക്ക ബൈ ഇംഗ്ലീഷ് കോളനീസ്. അപ്പോൾ 1775 അതുവരെ വെയിൽ ഓയിൽ യൂസ് ചെയ്തിരുന്ന സ്ഥലത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റീപ്ലേസ് ചെയ്തത്. പിന്നെ ഒരു 1800 മിഡ് 1800 ഫസ്റ്റ് ഓയിൽ വെൽ ബിൽറ്റ് ചെയ്തു, നിങ്ങൾക്കറിയാലോ. ആൻഡ് ഫസ്റ്റ് വേൾഡിലെ ഫസ്റ്റ് പൈപ്പ് ലൈൻ ഇത് ഉൽപ്പാദിപ്പിച്ച് നമുക്കിത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമല്ലോ. അതിന്റെ പൈപ്പ് ലൈനും ഓപ്പൺ ചെയ്തത് ലേറ്റ് 80s, മിഡ് ആൻഡ് ലേറ്റ്. പിന്നെ ഏർലി 90s 1900 ഓയിൽ ജൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ നാച്ചുറലായിട്ട് ഇങ്ങനെ നമ്മൾ കുഴികളും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓയിലൊക്കെ പുറത്തേക്ക് വരുന്നത്, ഓയിൽ, വെള്ളം, അങ്ങനെ നാച്ചുറലായിട്ട് വരുന്ന സംഭവമുണ്ട് എർത്തിന്റെ സർഫസിൽ നിന്ന്. അതൊക്കെ ഏർലി 1900 പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ഏകദേശം ഒരു 100K ബാരൽസ് ഓഫ് ഓയിൽ ഡെയിലി ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിസ്കവറിയാണ്, കാരണം അത് നാച്ചുറലായിട്ട് വരുന്ന സംഭവമാണ്. പിന്നെ ബാക്ക് ലൈറ്റ് ഇൻവെന്റഡ് പ്ലാസ്റ്റിക് മെയ്ഡ് ഫ്രം പെട്രോളിയം. ഇപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്ററിയാണ് ക്രൂഡ് ഓയിലിന്റെ ഉത്ഭവം. അതെങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിൽ, ഓരോ സെഞ്ചുറികളിൽ എങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്ത് വന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ 1972 ആയപ്പോൾ ഫസ്റ്റ് റീസൈക്ലിംഗ് മില്ല് ഫോർ റെസിഡൻഷ്യൽ പ്ലാസ്റ്റിക് ഓപ്പൺസ്. അപ്പൊ അതിനടുത്ത ഘട്ടത്തിലേക്ക് പോയി. പിന്നെ 2000 ആയപ്പോൾ കുറച്ചും കൂടി മോഡേൺ ടെക്നോളജിയും സയൻസ് ഒക്കെ ഒരുപാട് വളർന്നു വരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതാണ് ഈ 2000 ടൊയോട്ട ഫസ്റ്റ് അവരെ ഹൈബ്രിഡ് കാർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള, പ്രിയൂസ് അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയും, അത് GFC ഹിറ്റ്സ്, അതായത് ഒപെക് അനൗൺസസ് ഫസ്റ്റ് പ്രൊഡക്ഷൻ കട്ട്. അപ്പോഴാണ് അവർ ആദ്യമായിട്ട് അത് വരെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് കട്ട് ചെയ്തത്. കാരണം ഈ ഹൈബ്രിഡ് കാർ വന്നതോടുകൂടി, ഹൈബ്രിഡ് നിങ്ങൾക്ക് അറിയാലോ എന്താന്നുള്ളത്, അതുകൂടി ഈ പെട്രോളിയത്തിന്റെ ഡിമാൻഡ് കുറയുമെന്ന് കരുതി അതിന്റെ പ്രൊഡക്ഷൻ അവർ കൺട്രോൾ ചെയ്തു. മാർക്കറ്റിലേക്ക് ആവശ്യത്തിലധികം പ്രൊഡക്റ്റ് വന്നാലും അതിന് ഡിമാൻഡ് കുറയും. അപ്പോൾ അവർ എപ്പോഴും ഈ പ്രൊഡക്ഷൻ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്, റിഫൈൻ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് പെട്രോളിയം. പിന്നെ ടെസ്ല തന്നെ അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾ 2000 അവർ ലോഞ്ച് ചെയ്തത്. 2020 ആയപ്പോൾ COVID-19 പാൻഡമിക് ഹിറ്റ്സ്, ക്രൂഡ് ഓയിൽ ഗോസ് ഇൻ ടു നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പം ഇന്ന് പോകാൻ കാരണം വലിയ മാനുഫാക്ചറിങ് കമ്പനികൾ, മറ്റേ വെഹിക്കിൾസ്, അതുപോലെ ക്രൂഡ് ഓയില് മാക്സിമം ആവശ്യമുള്ള ഒരു ഭാഗങ്ങളൊക്കെ അന്ന് ഷട്ട് ഡൗൺ ആയിരുന്നു. അങ്ങനെ ഡിമാൻഡ് കുറഞ്ഞ് സപ്ലൈ ഇല്ലാതായപ്പോൾ അതിന്റെ പ്രൈസ് നേരെ താഴത്തേക്ക് വന്നെന്നുള്ളത് മാത്രമല്ല, അത് നെഗറ്റീവ് ആവുകയും ചെയ്തു. ഇത് നമുക്കിത് ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സ് നോക്കാം. ഇപ്പൊ ഇതൊരു പഴയ കണക്കാണ്. ഇപ്പൊ കൂടുതലും കൺസ്യൂം ചെയ്യുന്നത് US തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ മിലിറ്ററി വെഹിക്കിൾസ് അവർക്കാണുള്ളത്, ലോകത്തിലെ മിലിറ്ററിയുടെ. അപ്പൊ അത് തന്നെ അവർക്ക് വലിയൊരു കാരണമാണ്. പിന്നെ അവർ ഭയങ്കര ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഡെവലപ്ഡ് ആണ് ഓൾറെഡി, എന്നിരുന്നാൽ പോലും അവർക്ക് ഒത്തിരി ക്രൂഡ് ഓയിലിന്റെ ആവശ്യം ഇപ്പോഴും ഉണ്ട്. അവരത് ടെക്സസിൽ അവർക്ക് അതൊരു റിസോഴ്സ് കണ്ടെത്തിയെങ്കിൽ പോലും ഇപ്പോഴും അവര് കുറേയൊക്കെ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങി. എനിവേ ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഫസ്റ്റ് നിൽക്കുന്നത് USA ആണ്, പിന്നെ ചൈന, പിന്നെ ജപ്പാൻ, പിന്നെ റഷ്യ, പിന്നെ ഇന്ത്യ, പിന്നെ ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, കാനഡ, ജർമ്മനി, സൗത്ത് കൊറിയ. നമുക്ക് മലയാളികൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ കേരളത്തില് ഈ ക്രൂഡ് ഓയിലിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വർഷം മുന്നേ, ഒരു 10 വർഷമായിട്ടുണ്ടാവും, എനിക്ക് കറക്റ്റ് അറിയില്ല, അതൊക്കെ എന്തുകൊണ്ട് നടക്കാതെ പോയെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കാറുണ്ട്. കാരണം ഇതൊരു നാച്ചുറൽ റിസോഴ്സസ് ആണ്. അത് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ എക്കോണമി, രാജ്യത്തിന്റെ GDP-നൊക്കെ വളരെ നല്ല രീതിയിൽ സഹായിക്കും. നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ലൈഫ്, ബെറ്റർ ലൈഫ് കിട്ടിയാണ്. പെട്ടെന്നല്ല, എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം,
മാനുഫാക്ചറിങ് ചെയ്യുന്ന രാജ്യങ്ങൾക്കാണ് അവരുടെ GDP, അവരുടെ എക്കോണമി ഗ്രോത്ത് ചെയ്യുള്ളൂ. നമ്മളങ്ങനെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനി അല്ലേ, മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കൺട്രി അല്ല ഇന്ത്യ. നമ്മൾ കൂടുതൽ സർവീസ് ഓറിയന്റഡ് ആണ്, IT സർവീസ്. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ചൈന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചർ ചെയ്തിട്ടാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തുന്നത്. ബംഗ്ലാദേശ് അവര് പോവർട്ടിയിൽ കടന്നിട്ട് അവർ കയറി വന്നത് ടെക്സ്റ്റൈൽ ബിസിനസ്, ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. അതൊരു ആഡ് ഓൺ ന്യൂസ് പോലെ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പോലെ പാസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ സൗദി അറേബ്യ, റഷ്യനൊക്കെ കവർ ചെയ്ത് USA ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ചൈന, കാനഡ, ഇറാൻ, ഇറാഖ്, UAE, മെക്സിക്കോ, കുവൈറ്റ്. ഇതിപ്പോ നമ്മുടെ ഈ ലിസ്റ്റിൽ നമ്മൾ ഇന്ത്യക്കാരില്ല. നാച്ചുറൽ ആയിട്ട് കിട്ടേണ്ട ഒന്ന് സംഭവമാണ് ഇത്. ജിയോഗ്രഫിക്കലി ഒരുപാട് കാരണങ്ങളുണ്ട് ഇത് കിട്ടാൻ സാധ്യത ഉള്ള പ്ലേസുകൾ. അതൊക്കെ നമുക്ക് പിന്നെ ഒരു സമയത്ത് നോക്കാം. ഇപ്പൊ ഇതൊരു റിഫൈനറിയുടെ ഒരു പിക്ചറാണ്. നിങ്ങൾക്ക് ഏകദേശം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നാച്ചുറൽ നിന്ന് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ക്രൂഡ് ഓയിൽ. അത് റിഫൈൻ ചെയ്ത് പെട്രോളിയം ആക്കി മാറ്റേണ്ട ഒരു റിഫൈനറി യൂണിറ്റ് ആണ് US സ്റ്റേറ്റ് ഓഫ് ടെക്സാസിലുള്ളത്. അപ്പൊ ഇവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ഇതിന്റെ കൺക്ലൂഷൻ നോക്കാം. ഇപ്പൊ കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്, ഫോറക്സ് വ്യവസായത്തിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യുന്നതിന് ക്രൂഡ് ഓയിലിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ക്രൂഡ് ഓയിൽ വിലയെയും കട്ട് ചെയ്യണം. ഷുഡ് വി കട്ട്? അപ്പൊ നമ്മൾ അടുത്ത് നോക്കുന്നത് ഓയിൽ റിഫൈനറി ആണ്. നമ്മളിപ്പോ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു, ഏറ്റവും കൂടുതൽ ലോകത്തിലെ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത് USA ആണ്. അപ്പോൾ നമുക്കറിയാം നേച്ചറിൽ നിന്ന് കിട്ടുന്നത് ക്രൂഡ് ഓയിൽ ആണ്. ആ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് പെട്രോളിയം ആക്കണം. അപ്പൊ ഇത് സ്റ്റേറ്റ് ഓഫ് ടെക്സസ് USA-ലുള്ള ഒരു ഓയിൽ റിഫൈനറി ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ഇതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രൈസ് ഇങ്ങനെ കൂടി പോകുന്നതും ഇതിന്റെ ഒരു ലഭ്യത കുറഞ്ഞാലുള്ള പ്രശ്നം എന്താന്നുള്ളതും. അതുകൊണ്ടാണ് ലോകം പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും മാറി വേറെ ഒരു സോഴ്സ് ഓഫ് കാര്യങ്ങൾ, അങ്ങനെയാണ് ഹൈബ്രിഡ് കാറുകളും ഇലക്ട്രിക് കാറുകളെല്ലാം നമ്മൾ കണ്ടെത്തുന്നത്. നമ്മൾ അങ്ങനെയാണ്, ഹ്യൂമൻസ് അങ്ങനെയാണ്. നമ്മൾ സ്വയം ഇവോൾവ് ചെയ്ത് നമ്മൾ അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോകും. ജപ്പാന്റെ കാര്യം കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ എർത്ത് സംഭവിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. പക്ഷെ അവരതിനെ അതിജീവിക്കാനായിട്ട് അവരുടേതായ വഴികൾ അവർ കണ്ടെത്തി കഴിഞ്ഞു. അതല്ലാതെ അവർ ആ രാജ്യം വിട്ട് പോവല്ല ചെയ്തത്. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കൂടെ 7.1 മാഗ്നിറ്റ്യൂഡിൽ അവിടെ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ മരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കുറെ വർഷങ്ങൾ മുന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായേനെ. അതിന്റെ റേഷ്യോ കുറഞ്ഞു വരാണ്. അപ്പോൾ ആൾക്കാര്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെ എപ്പോഴും വേറൊരു ഓപ്ഷൻ നമ്മൾ തേടി പോകും. അപ്പോൾ റോയൽ റിഫൈനറിയുടെ ഒരു പിക്ചറാണിത്. നമുക്ക് കൺക്ലൂഷൻ നോക്കാം. ഫോറക്സ് വ്യവസായത്തിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യുന്നതിന് ക്രൂഡ് ഓയിലിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ക്രൂഡ് ഓയിൽ വിലയെയും വിപണിയുടെ ചലനാത്മകതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക വഴി വ്യാപാരികൾക്കും നിക്ഷേപകർക്കും കൂടുതൽ അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും അപകട സാധ്യതകൾ ഫലപ്രദമായി ലഘൂകരിക്കാനും കഴിയും. ബേസിക്കലി ഒന്നല്ല, ഇത് ഫോറക്സ് എന്ന വ്യവസായത്തിന്റെ മറ്റ് കറൻസികളായിട്ട് ഇത് റിലേറ്റഡ് ആണ്. അപ്പോൾ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് US എക്കോണമിനെ എങ്ങനെ ബാധിക്കും, മറ്റ് റഷ്യൻ എക്കോണമിനെ എങ്ങനെ ബാധിക്കും, അത് റിലേറ്റഡ് ആയിട്ടുള്ള കറൻസികൾ, ഇൻസ്ട്രുമെന്റ്സിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഇതിന്റെ വിലകൾ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതിൽ വിലയിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയാലാണ് നമുക്ക് നല്ല നല്ല ട്രേഡുകളും നല്ല സക്സസ് റേഷ്യോ ഉള്ള ട്രേഡുകളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊരു ജസ്റ്റ് ഞാൻ ക്രൂഡ് ഓയിൽ എന്താണെന്നുള്ള ഒരു റഫ് ഐഡിയ എന്താണ്. അടുത്ത ടോപ്പിക് ഇതിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബൈയും സെല്ലും എടുക്കുക, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ പതിവ് പോലെ വീഡിയോസ് 50 മിനിറ്റ്സ് 60 മിനിറ്റ്സ് ആവണം എന്നുള്ള കംപ്ലൈന്റ് കൊണ്ടാണ് വീഡിയോ നമ്മൾ ചെറുതാക്കിയത്. 30 മിനിറ്റ്സിനകത്ത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് കാണാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ പതിവ് പോലെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ചോദിക്കുക. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുക. നമുക്ക്
ഒരു ഡീസന്റ് പ്രോഫിറ്റ് നമുക്ക് ഡെയിലി ട്രേഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിൽ നമ്മളങ്ങനെ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല നമ്മൾ. ഓക്കെ. അപ്പോൾ വേറെ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.